ആദ്യം പെണ്ണെന്തെന്നിവനറിയണം. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തി ഉണർത്തിയെടുക്കാൻ കഴിവുള്ള ഒരു പെണ്ണേ ഈ ഭൂമിയിലുള്ളൂ. അവൾ ഉമയമ്മ. സർപ്പസുന്ദരിയല്ലേ അവൾ? ഒരു നോട്ടം കൊണ്ട് നീലകണ്ഠ രാജയെ വീഴ്ത്തിയ സർപ്പസുന്ദരി. മനവത്തൂറിന്റെ അസ്ഥിവാരം വരെ എഴുതി വാങ്ങിയ മനുഷ്യയക്ഷിയാണവൾ, ഉമയമ്മ തമ്പുരാട്ടി. അപ്പുറത്തേക്ക് കൊണ്ടുപോ. രക്തവശീകരണ മാംസപൂജയ്ക്ക് ചെറുക്കനെ കുളിപ്പിച്ചെടുത്ത് കുറത്തി പൂജയ്ക്ക് കൊണ്ടുപോ. വന്നോളൂ. എൻ്റെ മോൻ്റെ ജീവന് ആപത്തൊന്നും വരരുത്. കുളി കഴിഞ്ഞ് യോനിയന്ത്ര പൂജയ്ക്കിരിക്കുമ്പോൾ ബോധം പോകുമെന്ന് പരികർമ്മി പറഞ്ഞു. അതെ, ബോധം പോകും. ഇവിടെ വച്ച് ബോധം വരുന്നത് ചേലാവൂർ കൊട്ടാരത്തിലെ ഉമയമ്മയുടെ കിടപ്പറയിൽ. അവൻ പെണ്ണെന്താണെന്ന് ഇവനെ അറിയിക്കും. രതിലഹരി മന്ത്രം കാണാപ്പാടം പഠിച്ചവളാ ഉമയമ്മ. അതവൾ ഇവനിലേക്ക് പ്രയോഗിക്കും. അതവനിലെ കാമാസക്തി ഉണർത്തിയെടുക്കും. ഞാനാണ് ഉമയമ്മ, ഭൈരവൻ പറഞ്ഞ ഉമയമ്മ. ഞാനിവിടെ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും പ്രസക്തിയില്ല. നമ്മൾ വെറും പാവകൾ. ചരട് വലിക്കുമ്പോൾ ആടുകയും പാടുകയും ചെയ്യുന്ന വെറും നൂൽപാവകൾ. എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താവോ? നീ ഇവിടെ സുരക്ഷിതനാണ്. കുന്നത്തൂർ ഭൈരവനും ശിവതാണുവും മുക്കോടനും കൂടി നിന്നെ എൻ്റെ അരികിലേക്ക് അയച്ചത് അരയിൽ കെട്ടിയ തകിടിന്റെ ശക്തി അറിയാനാണ്. സ്ത്രീ എന്താണെന്ന് അറിയാനാ. ശരീരം നശിപ്പിക്കരുത്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. ഇരുട്ടിന്റെ നിഴൽ പറ്റി നിന്ന് കണക്ക് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നി. എൻ്റെ ശരീരം ഒന്നും ആവശ്യപ്പെടാറില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് കീഴടങ്ങുക അറിഞ്ഞുകൊണ്ട് ഞാനും ഇപ്പൊ തെറ്റ് ചെയ്യുന്നു, എൻ്റെ അച്ഛന് വേണ്ടി. തെറ്റ് അതിൻ്റെ ശരി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ പലപ്പോഴും. ഹൈമവതിയോട് ഇഷ്ടമാണല്ലേ? ഉവ്വ്. പക്ഷേ ഹരികൃഷ്ണൻ ഹൈമവതിക്ക് വേണ്ടി ജീവൻ കൊടുക്കും. ഹൈമവതി രുദ്രസിംഹന് വേണ്ടി ജീവൻ കൊടുക്കും. അതിനിടയിൽ ആവശ്യക്കാർക്കും അത്യാവശ്യക്കാർക്കും കപട പ്രണയം തൂക്കി വിൽക്കാൻ നിൽക്കുന്ന ചേലാവൂർ കോവിലകത്തിലെ ഉമയമ്മ തമ്പുരാട്ടി. ഞാൻ ഹൈമാവതി തമ്പുരാട്ടീനെ അങ്ങനെ ഒരാഗ്രഹം പണ്ട് തോന്നിയെന്നല്ലാതെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഒന്നും ആരോടും പറയണ്ട. നമ്മുടെ മനസ്സിലുള്ളത് മണത്തറിയാൻ കുന്നത്തൂർ ഭൈരവനുണ്ട്. അവന്റെ ചോരക്കുറത്തിയുണ്ട്. മുഖത്ത് ചായം തേച്ചുപോയി അഭിനയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ വെട്ടി കഷ്ണമാക്കി ചതുപ്പിൽ താഴ്ത്തും മനുഷ്യമൃഗങ്ങൾ. അവൻ ആനവാലം വാങ്ങിപ്പോയതാ. ആ ശിവതാണ് അവനെ കൊണ്ട് ചുടിച്ചോറ് വാരിക്കും. ഉസ്താദ് എന്തോ മുന്നിൽ കണ്ടു പോയിരിക്കുന്നു.
എന്തായാലും തമ്പുരാട്ടി ഒന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. അതെ, രാവിലത്തെ ഇഡ്ഡലിക്ക് അരവത്തിരി കുറഞ്ഞോന്നൊരു സംശയം. അരി ഉഴുന്നും കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം കേട്ടോ. സ്റ്റൊമക്ക് അപ്സെറ്റ് ആയാലേ ഓർക്കുണ്ടാവില്ല. ഓ, വെളുക്കാൻ തേച്ചത് പാണ്ടായോ തമ്പുരാട്ടി? ഈ ഉണ്ണിരാജയ്ക്കും മോഹിനിച്ചിറ്റിക്കും തമ്മില് എന്തോ ഒരു പൊരുത്തക്കേട്. ഏയ്, എന്നോടൊന്നും പറഞ്ഞില്ല. ഉണ്ണിരാജ പാവ മനുഷ്യനാന്ന് മോഹിനിച്ചിട്ട് പറഞ്ഞു. പഠിപ്പ് കൂടി ഇത്തിരി മാനസിക പ്രശ്നം ഉണ്ടായതാ. ആലഞ്ചേരിയിലെ വൈദ്യന്മാര് ഒരു വട്ടം ചികിത്സിച്ചതാത്രേ. മരുന്ന് കഴിച്ച് ദഹനം കൂടി, അത്രേ ഉള്ളൂ. മോഹിനിച്ചിട്ടേക്ക് ഇഷ്ടമാ. നിന്റെ ഉസ്താദിനെ എന്നാ വരാ? തമ്പുരാട്ടി പേടിക്കണ്ട. സ്വന്തം ആത്മാവി കോവിലകത്തിന്റെ നടപ്പടിയിൽ ഊരിവെച്ച് പോയിരിക്കുക എന്റെ ഉസ്താദ്. ആ പ്രാണനടിക്കുന്നത് എനിക്ക് കേൾക്കാം. ഒരു പിശാചിനും ആ നടപ്പടി കിടന്ന് ഇവിടേക്ക് വരാനാവില്ല തമ്പുരാട്ടി.